ഞാൻ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമ കണ്ട ശേഷം എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നോക്കൂ അതൊരു നല്ല കഥ, നല്ല സിനിമയൊക്കെ ആണെങ്കിൽ തന്നെ തേന്മാവിൻ കുമ്പത്തിലെ കഥാപാത്രം ഓൾമോസ്റ്റ് ഒരു വലിയ കാത്തിരിപ്പാണ്. വേണിച്ചേട്ടന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് ക്ലൈമാക്സ് വരെ പറയുന്ന, ഇവരിങ്ങനെ തമാശയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കഥാപാത്രങ്ങളെ ഒറ്റ വാക്കിൽ ഒറ്റ വരിയിൽ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഒരു ആഴം ഒരു 10 കിലോമീറ്റർ ആയിട്ട് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. അത് എങ്ങനെയാണ് സാർ, അതൊരു ഡയറക്ടർ ആർട്ടിസ്റ്റ് ഏത് കോമ്പിനേഷനിലാണ്? അല്ല, അത് എനിക്കുള്ളത് ചേച്ചിയുടേതായ സ്വന്തമായ നേരത്തെ പറഞ്ഞ ഒരു ഒബ്സർവേഷൻ, അതിൽ നിന്ന് കിട്ടുന്ന കുറേ അനുഭവങ്ങൾ കഥാപാത്രത്തിലേക്ക് ചേച്ചി കൊണ്ടുവരാറുണ്ട്. പിന്നെ ആ കാലഘട്ടത്തിൽ നേരത്തെ സത്യം പറഞ്ഞ പോലെ തന്നെ ചേച്ചിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങളുണ്ട്. KPS ലളിത തന്നെ ഈ റോള് ചെയ്യണം. ഒരു കഥാപാത്രം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് KPS ലളിത അവതരിപ്പിച്ചാലേ നന്നാവൂ എന്ന് സംവിധായകർ തീരുമാനിച്ച് ക്യാരക്ടറിനെ മോൾഡ് ചെയ്യും. അപ്പം നമുക്ക് കുറേ ഫ്രീഡം കിട്ടും. ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് KPS ലളിതയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്പേസ് ഉണ്ടാവും ക്യാരക്ടറിന്. ആ ഗുഡ് ബൈ സീൻ എന്ന് പറഞ്ഞല്ലേ മനസ്സിലാക്കറിയില്ല. അപ്പൊ അത് ആ ഡയലോഗ്സ് ഉണ്ട്. ഞാൻ ഇറങ്ങുമ്പോൾ വഴി വന്ന് നിൽക്കരുത്, അതെന്തായാലും ഉണ്ട്. അത് അവതരിപ്പിക്കുന്നതിലാണല്ലോ അതിന്റെ ഭയങ്കരമായിട്ട് നമ്മള് കൊള്ളുന്നത്. അവിടെ അമ്മ 6 അടിച്ചു. അതവിടെ 6 അടി. കാരണം ഞാൻ ഈ ചില ആളുകൾ ലൊക്കേഷനുമായിട്ട് വരെ അങ്ങ് സിങ്ക് ആവുമല്ലോ. നമ്മളൊരു ഷൂട്ടിങ്ങിന് ഒരു വീട്ടിൽ എത്ര നേരം നിൽക്കും, ഒന്ന് ഉറങ്ങി എണീറ്റിട്ടൊരു സ്വിച്ച് ഇടുന്ന സീൻ ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്നവൻ സ്വിച്ച് ഇടുന്നതും പുതിയൊരാൾ സ്വിച്ച് ഇടുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. ഈ ലളിത ചേച്ചിയെപ്പോലുള്ളവർ ഈ ഒരു പ്രദേശങ്ങളിൽ മുഴുവൻ നമുക്ക് എത്രയോ നാളായിട്ട് അടുക്കളയെന്ന് വിളമ്പുമ്പോൾ അങ്ങനെ എന്തൊരു ഈസി ആയിട്ടാണ് ഇവർ ചെയ്യുന്നതല്ലേ. ഇപ്പം സാറിന് ശുഭയാത്ര എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പം ബോംബെയിലുള്ള ഒരു മലയാളി, ബോംബെയിൽ എത്രയോ നാളായിട്ടാണ്, അല്ലാതെ ഇവിടുന്ന് ഇപ്പൊ ഷൂട്ടിങ്ങിന് പോയ മലയാളിയൊന്നും അല്ല, ബോംബെയിലുള്ള മലയാളിയാണ് ആയിരിക്കുന്നത് അല്ലെ. ശുഭയാത്രക്ക് വളരെ ലിമിറ്റഡ് ആൾക്കാരെ അവിടെ കൊണ്ടുപോയിട്ട് ചെയ്തിട്ടുള്ള. എനിക്ക് ആ സിനിമയെ കുറിച്ചുള്ള ഒരു ഓർമ്മ, അത് കഴിഞ്ഞ് അമ്മ ബോംബെന്ന് വരുമ്പോ ഒരു BMX സൈക്കിള് വന്നായിരുന്നു, ഒരു മഞ്ഞ കളർ സാധനം. ആദ്യത്തെ BMX സ്റ്റണ്ട് സൈക്കിള് ബോംബെന്ന് വാങ്ങിച്ചിട്ടുണ്ടാണല്ലേ. അപ്പൊ ഞാൻ ചോദിക്കണ ഇനി അമ്മ എപ്പോഴും അടുത്ത ഷൂട്ടിങ്ങിന് പോണേ, അടുത്ത സാധനം വരുന്നുള്ളൂ. അമ്മയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരും. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ അമ്മ ഞാനുമായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മ എവിടെ പോയാലും ശ്രീകുട്ടിക്കും വാങ്ങിക്കും, എനിക്കും വാങ്ങിക്കുമായിരുന്നു. അതൊരു പ്രത്യേക ഒരു ചതി ഞാൻ ഇപ്പോഴാണ്. ഈ പരിചയപ്പെട്ട ഒരാൾക്ക് ഒരു ഓർമ്മ പറയാൻ പറ്റുന്ന അവസ്ഥയിലുള്ള ഒരു പെരുമാറ്റം ലളിത ചേച്ചിയുടെ ഭാഗത്തുനിന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്നും ഓർക്കുന്ന രീതിയിലുള്ളൊരു അനുഭവങ്ങൾ സമ്മാനിക്കാൻ ലളിത ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ട്. ആരാണെന്ന് കാണാം. അമ്മയെക്കുറിച്ച് പെട്ടെന്ന് ഓർക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഓടി വരുന്നത്, പുള്ളിപ്പുലി ആട്ടിൻകുട്ടികളും ഒക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടനാട്ടിൽ ഈ മുട്ടറ്റം വെള്ളത്തിൻ്റെ അകത്ത് നിന്നിട്ടാണ് നമ്മളെല്ലാവരും അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ പ്രായമോ അല്ലെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ അപ്പോൾ ഉണ്ട്. ഇതൊന്നും അമ്മ മുഖവിലയ്ക്കെടുക്കാതെ, ഇതൊന്നും അമ്മയെ ബാധിച്ചിട്ടില്ല. കാരണം ഈ മുട്ടറ്റം വെള്ളത്തിൽ ചെളിയിൽ ഈ കാലും വെച്ച് നിൽക്കുമ്പോൾ അമ്മയുടെ മനസ്സിൽ സിനിമയും ഷോർട്സും ടേക്കിങ്സും മാത്രമാണ്. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് സിനിമയെ ശരിക്കും പറഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച് ഇവിടുന്ന് കടന്നുപോയ ആളാണ് ലളിതാമ്മ. ഓർമ്മയിലെന്നും